ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പുതുപുത്തൻ പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളുമായി ഒരു പുതിയ വർഷം കടന്നു വരികയാണ്. റോമിലെ കൊളോസിയത്തിന് മുകളിലും സിഡ്നിയിലെ ഓപ്പറ ഹൗസിന് മുകളിലും ബുഡാപെസ്റ്റിലെ ദാന്യൂബ് നദിക്ക് മുകളിലും വർണ്ണവിസ്മയങ്ങൾ വിരിയുന്ന അർദ്ധരാത്രിയിൽ ലോകം ഒരു പുതുവത്സരത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ പുതുവത്സരാശംസകൾ. ഈ പുതുവർഷം ദൈവാനുഗ്രഹ സമ്പന്നമാകട്ടെ എന്ന് ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഈ പുതിയ വർഷത്തിൽ ദൈവത്തിൻ്റെ പരിപാലനയിൽ കൂടുതൽ ആശ്രയിക്കാനാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് ആവശ്യപ്പെടുന്നത്. ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുക എന്ന് വേദപുസ്തകം പറയുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ ചൂഴ്ന്നു നിൽക്കുന്ന ഭൂതകാലത്തെയും ഭാവി കാലത്തെയും വർത്തമാനകാലത്തെയും ദൈവത്തിൻ്റെ പരിപാലനയുടെ പശ്ചാത്തലത്തിൽ ധ്യാനിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട 3 ചിന്തകളാണ് എനിക്കിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. 1. ഭൂതകാലത്തോട് അനുരഞ്ജനപ്പെട്ടവരാവുക, സഹിഷ്ണുതയുള്ളവരാവുക. കടന്നുപോകുന്ന വഴികളെക്കുറിച്ച് നമുക്കിന്ന് എന്താണ് പറയാനുള്ളത്? നാം ഇതുവരെ കടന്നുപോകുന്ന വഴിത്താരകളെക്കുറിച്ച് ഒരു പുഞ്ചിരിയോടെ ധ്യാനിക്കാൻ നമുക്കാകുന്നു. അമ്മ എന്ന വിശ്വവിഖ്യാതമായ നോവൽ എഴുതിയ മാക്സിം ഗോർക്കി എന്ന റഷ്യൻ എഴുത്തുകാരനെ നമുക്ക് പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അലക്സി മാക്സിമോവിച്ച് പെഷ്കോവ് എന്നായിരുന്നു. 11ാം വയസ്സിൽ അനാഥനായ ആ കുട്ടി തൻ്റെ വീട് വിട്ട് ഒരു പരദേശിയായി 5 വർഷം റഷ്യയിൽ ഉടനീളം സഞ്ചരിച്ചു. തൻ്റെ 27ാം വയസ്സിൽ ലോകം അന്നുവരെ തനിക്ക് വെച്ച് നീട്ടിയ സകല കയ്പുനീരുകളെയും ദുരനുഭവങ്ങളെയും സാക്ഷി നിർത്തിക്കൊണ്ട് ആ ചെറുപ്പക്കാരൻ ഒരു പുതിയ പേര് സ്വീകരിച്ചു. അതായിരുന്നു മാക്സിം ഗോർക്കി എന്ന പേര്. അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ മാക്സിമം ബിറ്റർനെസ്, അപാരമായ കയ്പ് എന്നായിരുന്നു. ഞാൻ പള്ളിക്കൂടത്തിൽ പോയിരുന്നത് പഠിക്കാനായിരുന്നില്ല, മറിച്ച് ഉച്ചക്കഞ്ഞി കുടിക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്ന് വെളിപ്പെടുത്തി കേരളക്കരയെ കരയിച്ച എഴുത്തുകാരനായിരുന്നല്ലോ എം കുഞ്ഞാമൻ. ദളിതനായി പിറന്ന് സ്വന്തം പ്രയത്നവും കഠിനാധ്വാനവും കൊണ്ട് ഭാരതത്തിൻ്റെ ഉന്നതമായ പദവികളിൽ കയറിപ്പറ്റിയ വ്യക്തിയായിരുന്നു എം കുഞ്ഞാമൻ. തൻ്റെ 74ാമത്തെ വയസ്സിൽ അന്നുവരെ ഈ സമൂഹം തനിക്ക് നേരെ ചെയ്ത വർണ്ണവെറിയുടെയും ജാതി വിവേചനത്തിൻ്റെയും കൂരമ്പുകൾക്ക് നേർക്ക് അദ്ദേഹം ഒരു ആത്മകഥ എഴുതി. അതിൻ്റെ പേര് എതിര് എന്നായിരുന്നു. തൻ്റെ 74ാമത്തെ വയസ്സിൽ എൻ്റെ മരണമെങ്കിലും തീരുമാനിക്കാനുള്ള അവകാശം എനിക്ക് വേണം എന്ന് ഒരു കുറിപ്പെഴുതി വെച്ച് അദ്ദേഹം നമ്മിൽ നിന്ന് ആത്മാകുതിയോടെ വേർപിരിഞ്ഞു പോയത് 2023 ഡിസംബർ 3-ാം തീയതി. അന്നുവരെ ലോകം തനിക്ക് നൽകിയ സകല ദുരനുഭവങ്ങളോടുമുള്ള ഒരു മധുര പ്രതികാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാഹുതി. ഭൂതകാലത്തിലൂടെ കൈപ്പോടെ നടന്നു നീങ്ങിയവർ മാത്രമല്ല ചരിത്രത്തിലുള്ളത്. ഭൂതകാലം വെച്ച് നീട്ടിയ സങ്കടങ്ങളുടെ സകല പാനപാത്രങ്ങളെയും കുടിച്ച് അതിനെ രക്ഷയാക്കി മാറ്റിയ ധാരാളം പേരെ ചരിത്രം അടയാളപ്പെടുത്തുന്നുണ്ട്. നാസി തടങ്കൽപ്പാളയത്തിൽ നിന്ന് ജീവൻ മാത്രം വീണ്ടു കിട്ടിയ വിക്ടർ ഫ്രാങ്കൽ, പ്രീമോ ലേവി, ഇവരൊക്കെ തങ്ങളുടെ ദുരനുഭവങ്ങളെ പിന്നീട് വന്ന തലമുറകൾക്ക് വെളിച്ചമാക്കി മാറ്റിയവരാണ്. ദുരനുഭവങ്ങളെ, ഭൂതകാലത്തെ എപ്രകാരം സ്വീകരിക്കണം, എങ്ങനെ അതിനോട് അനുരഞ്ജനപ്പെടണം എന്നതിന് പഴയ നിയമത്തിലെ യൗസേപ്പിനോടും നല്ല മാതൃകയില്ല. യൗസേപ്പിനോട് അവൻ്റെ സഹോദരങ്ങൾ എപ്രകാരം പെരുമാറിയെന്ന് പിതാവായ യാക്കോബ് ഓർമ്മിക്കുന്നത് ഇപ്രകാരമാണ്. വില്ലാളികൾ അവനെ അതിക്രൂരമായി മുറിവേൽപ്പിച്ചു. അവർ അവൻ്റെ നേർക്ക് അമ്പുകളെയും അവർ അവനെ ഞെരുക്കി. തന്നെ കച്ചവടക്കാർക്ക് വിറ്റപ്പോഴും ചെയ്യാത്ത തെറ്റിന് ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോഴും അവിടുന്ന് പുറത്തു വന്നപ്പോഴും യൗസേപ്പ് പരാതിപ്പെടുന്നത് നാം വേദപുസ്തകത്തിൽ കാണുന്നില്ല. പരദേശത്ത് വെച്ച് തനിക്കൊരു മകനുണ്ടായപ്പോൾ
ആ മകന് ആ പിതാവ് പേരിട്ടു മനാസെ. നീ മറക്കണം എന്നാണ് അതിനർത്ഥം. പിന്നീട് പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും മാപ്പിന്റെയും കഥകളുമായി സ്വന്തം സഹോദരങ്ങൾ തന്റെ മുമ്പിലെത്തിയപ്പോഴും ജോസഫ് അവരോട് പറഞ്ഞതും ഒന്നു മാത്രമായിരുന്നു: നമുക്കെല്ലാം മറക്കാം. നമ്മുടെ ഭൂതകാലത്തോട് പരിധികളില്ലാതെ ക്ഷമിക്കാൻ നമുക്കാവണം. കാലിൽ തറച്ച മുള്ളുപോലെ അവയൊരിക്കലും നമ്മുടെ കൂടെ ഉണ്ടാകരുത്. നമ്മെ മുൻപോട്ട് നടത്തുന്ന വഴിവെളിച്ചങ്ങളായി, മാർഗദീപങ്ങളായി ആ അനുഭവങ്ങൾ നമ്മളോട് കൂടെ ഉണ്ടാവണം. ഒരിക്കലും വേദനിപ്പിക്കുന്നവയായിട്ടല്ല, മറിച്ച് വഴി നടത്തുന്നവയായി. രണ്ടാമത്തെ ചിന്ത, ഭാവിയിലേക്ക് പ്രത്യാശയോടെ നീങ്ങുന്നവരാവണം. പ്രത്യാശയുടെ തീർത്ഥാടകരായി ഈ ജൂബിലിയുടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ പരിപാലന നമ്മോട് ആവശ്യപ്പെടുന്നു ഭാവിയിലേക്ക് പ്രത്യാശയോടെ നോക്കാൻ. 2000 ആണ്ടിലെ മഹാജൂബിലിയിൽ റോമൻ കൂരിയെ ധ്യാനിപ്പിച്ചത് വിയറ്റ്നാമിൽ നിന്നുള്ള മെത്രാനായ ബിഷപ്പ് വാൻ തുവാനാണ്. എന്താണ് ധ്യാനത്തിന്റെ പ്രമേയമെന്ന് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചോദിച്ചപ്പോൾ ബിഷപ്പ് വാൻ തുവാൻ പറഞ്ഞു: പരിശുദ്ധ പിതാവേ, ഞാൻ പ്രത്യാശയെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്റെ നാട്ടിൽ ഞാൻ 13 വർഷം ഏകാന്തവാസം അനുഭവിച്ചവനാണ്. എന്റെ ദൈവജനത്തിൽ നിന്നും, എന്റെ വൈദിക സമൂഹത്തിൽ നിന്നും, എന്റെ സമർപ്പിതരിൽ നിന്നും ഏറെ അകന്ന് ഒരു കാവൽക്കാരനെ മാത്രം കണ്ട് 13 വർഷം ജീവിച്ചവനാണ് ഞാൻ. എന്റെ ഏകാന്തവാസത്തിന്റെ രാത്രികളിൽ എന്റെ കാവൽക്കാരൻ ഉറക്കമായെന്ന് ഉറപ്പാവുമ്പോൾ ഞാൻ എന്റെ കൈത്തലത്തിൽ 2 തുള്ളി വീഞ്ഞും 1 തുള്ളി വെള്ളവും ഒഴിച്ച് ആ കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തി ദൈവത്തിന് ബലിയർപ്പിക്കുമായിരുന്നു. ഞാൻ അർപ്പിച്ച ഓരോ ബലിയിലും കുരിശിൽ വേദന അനുഭവിച്ച ക്രിസ്തു ഇറങ്ങി വരുന്നതും എന്നോട് ഒന്നാവുന്നതും ഞാൻ അനുഭവിച്ചു. പ്രത്യാശയോടെ മുന്നോട്ട് നീങ്ങാൻ ഞാൻ അർപ്പിച്ച ആ ബലികൾ, ക്രിസ്തുവിന്റെ സാന്നിധ്യം എന്നെ സഹായിച്ചു. അതുകൊണ്ട് 2000 വർഷം പിന്നിടുന്ന ഈ സഭയോട്, ഈ ലോകത്തോട് എനിക്കും ഒന്നേ പറയാനുള്ളൂ: പ്രത്യാശിക്കുക. പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശരാക്കുകയില്ല. പ്രിയമുള്ളവരെ, ഏത് പ്രളയത്തിനുമപ്പുറം ഒരു വിരത്തുണ്ടുമായി പറന്നു വരുന്ന ഒരു വെള്ളരിപ്രാവിനെ സ്വപ്നം കാണാൻ, ഏത് സങ്കടക്കടലിലും തെളിയുന്ന ഒരു ധ്രുവതാരകത്തെ പ്രതീക്ഷിക്കാൻ, ഏത് മരുപ്പരപ്പിലും വിരിയുന്ന ഒരു ദൈവദർശനത്തെ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഗോവണിയെ പ്രതീക്ഷിക്കാനുള്ള കഴിവിനെയാണ് പ്രത്യാശ എന്ന പുണ്യം അർത്ഥമാക്കുന്നത്. ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രത്യാശയോടെ ഭാവിയിലേക്ക് നോക്കാൻ, ഇന്നുവരെ ദൈവം വഴി നടത്തിയ ഓരോ വഴികളെയും ധ്യാനിച്ചുകൊണ്ട് ഇനി വരാൻ പോകുന്ന വഴികളിൽ അവന്റെ സജീവമായ സാന്നിധ്യമുണ്ടെന്നുള്ള പ്രത്യാശയോടെ, വിളിച്ചവൻ വിശ്വസ്തനാണെന്നുള്ള പ്രതീക്ഷയോടെ മുന്നേറാൻ നമുക്ക് സാധിക്കട്ടെ. മൂന്നാമതായി, വർത്തമാനകാലത്തിലേക്ക് തീഷ്ണതയോടെ, ഉപവിയോടെ പ്രവേശിക്കുക എന്നുള്ളതാണ്. നടപ്പുവഴികളിൽ പുല്ല് കിളിർക്കാൻ പാടില്ല എന്നൊരു പഴമൊഴിയുണ്ട്. ദൈവാലയത്തിലേക്കും സാഹോദര്യത്തിലേക്കും നീളുന്ന നടപ്പുവഴികളിൽ ഒരിക്കലും ആലസ്യം കടന്നു വരാൻ പാടില്ല. കർമ്മകുശലതയുടെ തിളക്കം ആ വഴിത്താരകൾക്കുണ്ടാകണം. സ്വാർത്ഥതയും അലസതയും നമ്മെ നിഷ്ക്രിയരാക്കുമ്പോഴാണ് ദേവാലയത്തിലേക്കും സാഹോദര്യത്തിലേക്കുമുള്ള വഴികളിൽ കാട് പടരുന്നത്, അത് മലിനമാകുന്നത്. കുട്ടികൾക്ക് മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ട രാക്ഷസന്റെ പൂന്തോട്ടത്തെക്കുറിച്ചുള്ള കഥ നാം മറന്നിട്ടില്ലല്ലോ. കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ അടയ്ക്കപ്പെട്ട, വേലി കെട്ടപ്പെട്ട പൂന്തോട്ടത്തിന് പുറത്ത് വസന്തം പോലും കുഞ്ഞുങ്ങൾക്കൊപ്പം കാത്തുനിന്നത് നാം ഓർക്കുന്നില്ല. നമ്മുടെ ബാഹ്യമായ രൂപഭംഗികളല്ല, ആകാര സവിശേഷതകളല്ല നമ്മെ ഭീകരരൂപികളാക്കുന്നത്. നാമൊക്കെ ഉള്ളിൽ അടച്ചു സൂക്ഷിക്കുന്ന സ്വാർത്ഥതകളും കുടിലതകളും നിഷ്ക്രിയത്വങ്ങളുമാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ട ആ പൂന്തോട്ടത്തിലേക്ക് വസന്തം വീണ്ടും വിരുന്നു വരുന്നതും കിളികൾ സംഗീതമാലപിക്കുന്നതും എത്ര സന്തോഷത്തോടെയാണ് നാം വീണ്ടും കാണുന്നത്. സ്വാർത്ഥതയുടെയും അരസതയുടെയും കെണികളിൽ കുടുങ്ങിക്കിടക്കാൻ ശരീരവും ലോകവും നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ വേദപുസ്തകം തുറന്ന് നാം വായിക്കണം. റോമാക്കാർക്കുള്ള ലേഖനം 13-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. രാത്രി കഴിയാറായി,
പകൽ സമീപിച്ചിരിക്കുന്നു. അതിനാൽ പകലിന് ചേർന്ന വിധം നമുക്ക് പെരുമാറാം. ഈ തിരുവചനം കേട്ട് ഹൃദയം ജ്വലിച്ച ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവന്റെ പേര് അഗസ്റ്റിൻ എന്നായിരുന്നു. വിശുദ്ധനായ അംബ്രോസിനെ കണ്ട് അഗസ്റ്റിൻ പറഞ്ഞു, പിതാവേ, ഞാൻ നന്നായിക്കൊള്ളാം, നാളെ ആവട്ടെ. അംബ്രോസ് ഒരു മന്ദഹാസത്തോടെ പറഞ്ഞു, അഗസ്റ്റിൻ, നാളെ എന്നൊന്നും ഇല്ലല്ലോ, നമുക്ക് ഇന്ന് മാത്രമല്ലേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഈ പുതിയ വർഷത്തിലേക്ക് പ്രത്യാശയോടെ പ്രവേശിക്കുമ്പോൾ നാം കടന്നുപോകുന്ന ഭൂതകാലത്തോട് അനുരഞ്ജനപ്പെട്ടവരായി മാറുമ്പോൾ ഈ വർത്തമാനകാലത്തിലൂടെ തീഷ്ണതയോടെ മുന്നേറാൻ, ഉപവിയോടെ മുന്നേറാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ദൈവത്തിലേക്കും സഹോദരനിലേക്കും നമ്മെ നടത്തുന്ന വഴികളിൽ ഒരിക്കലും തിന്മയുടെ, അശ്രദ്ധയുടെ കളകൾ വളരാതിരിക്കട്ടെ. പങ്കുവയ്ക്കലിൻ്റെയും മനസ്സിലാക്കലിൻ്റെയും ചേർത്തുപിടിക്കലിൻ്റെയും തിളക്കം ആ പാതകൾക്ക് എന്നും ഉണ്ടാവട്ടെ. ഈശോ നമ്മെ ഈ പുതുവർഷത്തിൽ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.